കുറച്ചു കാലങ്ങളായി തന്നെ സി പി എമ്മിനും പിണറായി സർക്കാരിനും വലിയ വെല്ലുവിളിയാണ് SFI വരുത്തിവെക്കുന്നത്. വലിയ തലവേദനയാണ്. ആ നേതാക്കളെ കൊണ്ടും പ്രവർത്തകരെ കൊണ്ടും എന്നും വാർത്തകളിൽ നിറയുകയാണ് പിണറായിയും അതോടൊപ്പം തന്നെ പരിവാരങ്ങളും. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒരു നേതാവ് ഇനി എല്ലാ കോളേജുകളെയും നിരീക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം പൂട്ടിയിടാനായിരിക്കുമല്ലേ CPM-ന്റെ തീരുമാനം? ബൈബിളിലെ ഒരു ചോദ്യമുണ്ട്, കാവൽക്കാരൻ ആരാണ് കാവൽ നിൽക്കുക? SFIയെ നിരീക്ഷിക്കാനായിട്ട് CPM-ന്റെ ഓരോ ജില്ലാ കമ്മിറ്റി അംഗം ഓരോ കോളേജിലും അവരെ നിരീക്ഷിക്കാൻ ആര് പോവും? SFIക്കാരെ ഇനി നിലയ്ക്ക് നിർത്താനോ? SFI CPM-കാരെ വേണേൽ നിലയ്ക്ക് നിർത്തും. അത്ര ഗുണ്ടായുസവും തേർവാഴ്ചയും അല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അഴിഞ്ഞാടുകയല്ലേ ചെയ്യുന്നത്? ഇപ്പം SFI കാരണം ഇപ്പം 2026 ഇവർക്ക് തുടർഭരണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ മാത്രമല്ല ഇതിൻ്റെ ഈ തുടർഭരണം ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണക്കാരൻ. നിരവധി കാരണങ്ങളുണ്ട്. ചില മന്ത്രിമാർ കാരണം, ചില MLA-മാർ കാരണം, പിന്നെ പിണറായിയുടെ കുടുംബം, പാർട്ടി. അതുപോലെ തന്നെ ഒന്നാണ് SFI, പിന്നെ DYFI ഉണ്ട്. SFI കാരണവും ഭരണം നഷ്ടപ്പെടും. കാരണം ഇനി വേറൊരു കാര്യം, ഈ ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ പിന്നെ പ്രതിപക്ഷത്തിരുന്ന് കഴിഞ്ഞാൽ SFIക്കാർ വീണ്ടും അഴിഞ്ഞാടും. അത് ചിലർ മനസ്സിലാക്കിയിട്ട് വീണ്ടും ഇവരങ്ങ് തന്നെ കയറട്ടെന്ന് വേണമെങ്കിൽ കരുതുന്നവരും ഉണ്ടാകാം. കാരണം പിന്നെ കോളേജുകളിലൊന്നും, അല്ലെങ്കിലോ ഭരണത്തിലിരിക്കുമ്പോൾ പോലും കോളേജിനകത്ത് പഠിപ്പിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി അത് പ്രതിപക്ഷത്തായി കഴിഞ്ഞാൽ കൂടുതൽ അതിശക്തമായിട്ട് പോകും. കാരണം എപ്പോഴും CPM പ്രതിപക്ഷ നിരയിലാണ് വീര്യം കൂടുതലുള്ളവരായിട്ട് നിൽക്കുന്നത്. ഇത്രയും നാളായിട്ട് ഇവർക്ക് ഇപ്പോഴാണോ തോന്നിയത് SFIയെ തിരുത്തണമെന്ന്? ഈ DYFI ഒട്ടും മോശമൊന്നുമല്ല. സകല കോളേജുകളിലും നമ്മൾ കണ്ടല്ലോ, അന്ന് പാലക്കാട് വിക്ടോറിയ കോളേജിലും അല്ലേ ശവമഞ്ചം തീർത്തതും, എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ കസേര തല്ലി ഒടിച്ചതും, പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത്, പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിൽ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പ്രിൻസിപ്പളുടെ മുറിയുടെ മുമ്പിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചതുമൊക്കെ അന്ന് ഈ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ എന്തുകൊണ്ട് CPM-കാർ ഇടപെട്ടില്ല? CPM-കാർ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. പിന്നെന്താ, SFIക്കാർ ക്ലാസ്സിൽ പോകത്തില്ല, പരീക്ഷ എഴുതത്തില്ല, പക്ഷേ ഡിഗ്രി എടുക്കും, PGക്ക് ചേരും, ഇങ്ങനെ പോവുകയാണ്. അതിലേറ്റവും വലിയ തെളിവല്ലേ എന്താ, ആർഷോ. ആ ആർഷോ പിന്നെ ഗവർണർക്കെതിരെ പിന്നെ വലിയ വടിവാളും ഒക്കെ ആയിട്ട് രംഗത്തിറങ്ങിയ ആളല്ലേ. എന്നിട്ട് ആ ആർഷോയെ പോലീസുകാർ പിടിച്ചു മാറ്റുന്നതും പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന എങ്ങനെ? ആർഷോ കയറു ആർഷോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുവരെ SFIയുടെ ചരിത്രത്തിൽ ഇങ്ങനെ പേരെടുത്തൊന്നും വിളിച്ചിട്ടില്ല. SFIയൊക്കെ ഒരു കാലത്ത് വലിയ ശക്തിയോടുകൂടി നിന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു എന്നുള്ളതാണ്. 80കളിലൊക്കെ അന്ന് സമരം ചെയ്യും, ഇല്ലെന്ന് പറയണ്ട. അതുപോലെ അന്നത്തെ സമരം എന്നൊക്കെ പറയുന്നത് കുറച്ച് അക്രമാസക്തമായിട്ടുണ്ട്. സകല സർക്കാർ വാഹനങ്ങൾ തീയിടുക, ഇങ്ങനെയൊക്കെയുള്ള KSRTC കത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ SFIക്കാർക്ക് അന്ന് വേറൊരു ഫേസ് കൂടി ഉണ്ടായിരുന്നു. കോളേജുകളിലൊക്കെ ഉള്ള യൂണിറ്റുകളിൽ SFIക്കാരായിട്ടുള്ളവരെന്ന് പറയുന്നത് അല്പം തലയ്ക്ക് വെളിവുള്ളവരാണ്, ആൾതാമസമുള്ളവരായിരുന്നു. ഇപ്പോഴത്തെയോ യാതൊരു തരത്തിലുള്ള വെളിവും ഇല്ല. ഗുണ്ടായിസം മാത്രം. എനിക്ക് തോന്നുന്നു വെളിവില്ലെങ്കിലേ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഗുണ്ടായിസം മാത്രമായിട്ട് നടക്കുന്നു. കണ്ടു കഴിഞ്ഞാലോ ഭയപ്പെടുത്തുന്ന രീതിയിലാണ്. ഇവിടെ ഇവിടെ തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് നഗര സെക്രട്ടേറിയറ്റിൽ നിന്ന് വെളിപ്പാട് അകലെയാണ്. അവിടെ പഠിച്ച SFIക്കാരെന്നൊക്കെ പറയുന്ന വമ്പന്മാരാണ്. ഈ സുരേഷ് കുറുപ്പ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു SFIയിലൂടെ വന്ന്. അന്നൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു SFI. എല്ലാ കോളേജുകളിലും കോളേജുകളുടെ ഭരണം അവരുടെ കൈകളിലായിട്ടാണ് പോയിട്ടുള്ളത്. മിക്ക കോളേജിലും, അപൂർവം ചില കോളേജുകളിൽ മാത്രമേ KSU ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് 80കളൊക്കെ കഴിഞ്ഞ് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് ABVP ശക്തിപ്പെട്ടു വരുന്നത്.
അതിനു മുമ്പ് SFIക്കാർ തന്നെയായിരുന്നു. SFIക്കാർ വളരെ ക്രിയേറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ചർച്ച, സംവാദം, പിന്നെ സെമിനാറ്, പിന്നെ കലോത്സവമൊക്കെ നടത്തിക്കുന്നതിലും ഒക്കെ ബഹുസമർത്ഥരായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വെറും താന്തോന്നിത്തരം മാത്രം, എന്തിനും ഏതിനും ഗവർണറുടെ നേരെ പോരടിക്കാനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പാർട്ടിക്ക് വലിയ ദോഷം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇപ്പോഴാണ് അവരിപ്പം SFIയെ തിരുത്താനായിട്ട് ഇപ്പം രംഗത്തിറങ്ങുന്നു. ഓരോ കോളേജുകളിലേക്കും ചുമതല ഓരോ ജില്ലാ കമ്മിറ്റി അംഗത്തിനെന്ന്. അപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം കൂടി ഇനി ഇപ്പോൾ കോളേജിനകത്ത് കയറി ഇറങ്ങുന്ന സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? കോളേജിനകത്ത് പോലീസ് കയറുന്നത് തന്നെ പ്രിൻസിപ്പളിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ ഇനി പാർട്ടി ഓഫീസുകൾ പോലും ആക്കി മാറ്റുമോ? CPMൻ്റെ ഇടമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണോ അവരും കയറി ഇറങ്ങാൻ പോകുന്നത്? അല്ല, ഇതിനകത്ത് ഇനി ഇവരെന്താ പിന്നെ ക്ലാസ് കൊടുക്കുമെന്ന്. SFIയുടെ ഭാഗമാകുന്നവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകും. രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നത് നല്ലതാണ്. അത് ഇപ്പോഴല്ല ആലോചിക്കേണ്ടത്. ഈ കതിരിന്മേൽ കൊണ്ടുവച്ച് വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇനി ഇത്തരത്തിലുള്ള ഈ പിന്നെ തോന്നിവാസം മുഴുവൻ കാണിച്ച് നടക്കുന്നവർ മുഴുവൻ അതിനകത്ത് പോകണം. ഭരണം കിട്ടിയത് കൊണ്ടാണോ ഇവർ ഇങ്ങനെ ഇത്രയും ഗതികെട്ട രീതിയിൽ മാറിയത്? ആ ഭരണം ഉള്ളത് കൊണ്ട് എന്തുമാകാമെന്നായി. ഇപ്പോൾ തന്നെ അവർക്കറിയാം, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിൻവാതിൽ നിയമനം എവിടെയെങ്കിലുമൊക്കെ കടന്നു കയറാമെന്നുള്ള പാർട്ടിയുടെ SFIയുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയാൽ മതിയല്ലോ, എന്തുമാകാമെന്നുള്ളതായി. DYFIയിലൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ അത് അന്നുകൊണ്ടല്ലോ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് കത്തിക്കുത്ത് വിവാദം വന്നതിന് പിന്നാലെ പോലീസ് റാങ്കുള്ള അട്ടിമറിച്ച് പോലീസിലെ റാങ്കിന് കയറുന്ന ഒരു അവസ്ഥ കണ്ടിരുന്നു. ഇവിടെ നോക്കി എത്രയോ കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ കോച്ചിങ് സെൻ്ററുകളിൽ പോയി ഉള്ള പൈസ മുഴുവൻ കൊടുത്ത് തെക്ക് വടക്ക് നടക്കുകയാണ്. അതിനിടയ്ക്കാണ് യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇവരൊക്കെ എല്ലാ തരത്തിലുള്ള ക്രിമിനൽ കുറ്റവും ചെയ്തിട്ട് പോയി PSC പരീക്ഷയ്ക്ക് ആ ചടങ്ങ് മാത്രം പൂർത്തീകരിക്കും. ഇവർ കയറി പോവുകയും ചെയ്യും. ഇല്ലാതെ തന്നെ ഇവരെയൊക്കെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ താൽക്കാലിക അടിസ്ഥാനത്തിലൊക്കെ നിയമിക്കുമെന്ന്. ഇനിയിപ്പോൾ നമ്മൾ നോക്കണം, ഇവരിപ്പോൾ 2026 ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എത്രയോ ഇടങ്ങളിലങ്ങ് നിയമനം നടത്തുമെന്നറിയാമോ? സ്ഥിര നിയമനത്തിലേക്ക് പോകും. ഈ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്നതൊക്കെ തന്നെ സർക്കാരിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, മലയാളം മിഷന്, ഇങ്ങനെ സാക്ഷരതാ മിഷന്, ഇങ്ങനെ പോവുകയാണ്. ഇതിലൊക്കെ താൽക്കാലിക അടിസ്ഥാനക്കാരുണ്ട്. അവരെ ഒക്കെ അങ്ങ് സ്ഥിര നിയമനത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് എല്ലാ കാലങ്ങളിലും UDFൻ്റെ ഭരണകാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കിക്കോണം, ഇത്തവണ വളരെ കൂടുതലായിരിക്കും. ഭരണം അവസാനിക്കുന്നതിൻ്റെ ഒരു 3-4 മാസം അധികം വൈകാതെ തന്നെ ഇപ്പോൾ അത് തുടങ്ങും. അത് പുറത്തു വരും. അതിൻ്റെ ആ പ്രോസസ്സിങ് ഒക്കെ നടക്കും. ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ തരത്തിലും കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ ഇറങ്ങും. നോക്കണം, ഇവരുടെ കുടുംബത്തിൻ്റെ ഒക്കെ വോട്ട് ഇങ്ങോട്ടേക്ക് മാറുകയാണ്. അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ടറിയാം, UDFിനേക്കാൾ കൂടുതലായിട്ട്. അപ്പോൾ ഈ SFIക്കാരുടെയൊക്കെ ധാരണ എന്താ? ഒന്നും പഠിക്കണ്ട, ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ ഇടം നേടി പിന്നീട് പിന്നെ ഈ താൽക്കാലിക നിയമനത്തിലായാലും കയറി പിന്നെ സ്ഥിര നിയമനത്തിലേക്ക് പോവുക എന്നുള്ള രീതിയിലാക്കും. ജോലിക്ക് കയറിയാൽ അവിടെ രാഷ്ട്രീയം കളിക്കാം, എല്ലാ തരം ചെയ്യും, യൂണിയൻ പ്രവർത്തനങ്ങളും ഒക്കെ നടത്താമല്ലോ. അപ്പോൾ ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുമെന്ന് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ SFIയിലും DYFIയിലും ഉള്ളവരെന്ന് പറയുന്നത് ഇപ്പോൾ യാതൊരു അക്ഷരാഭ്യാസം ഇല്ലാത്തവർ പോലും ഉണ്ടെന്നുള്ളതാണ്. അവർക്കിനി രാഷ്ട്രീയ വിദ്യാഭ്യാസമൊക്കെ കാരണം ഉണ്ടല്ലോ. EMS അക്കാദമി ഒക്കെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടിരുത്തി പഠിപ്പിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇവിടെയും ഉണ്ട്, ഗവേഷണ കേന്ദ്രമുണ്ട്, AKG സെൻറ്റർ, അവിടെയൊക്കെ ഇരുത്തി പഠിപ്പിച്ചെടുക്കട്ടെ. അപ്പം എന്തായാലും തിരുത്താനായിട്ട് ഇനിയിപ്പോൾ CPMഉം ഇനിയിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തിരുത്തി ഇരിക്കാനുള്ള സമയമൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ഭരണം എന്തായാലും SFIയിലൂടെ ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.